ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം രാത്രി എന്താണ് വിശേഷം എന്നായിരിക്കൂലേ? ഇത് കണ്ട മക്കളെ, കാക്കൂനും ഋതുവിനും പണി തേക്കുക. അപ്പം ഇന്നത്തെ വർത്താനം, ഇന്നലെ രാത്രി ആരോ കമൻ്റ് ഇട്ടു പറഞ്ഞില്ലേ, അത് നല്ലോ മനസ്സ് കൊണ്ടുക്കണം കാക്കൂന് കേട്ടോ. വൃത്തിയില്ലാന്ന് പറഞ്ഞത് എന്താ ഇപ്പം ചെയ്യുക? എന്താ ഇപ്പം എന്നിട്ട് കാട്ടിക്കണത്? ഒക്കെ സിമെൻറ്റ് കൊടുന്നിക്കുകയാണ് കേട്ടോ. ഇത് എവിടെ എത്തുക മനസ്സാ? ഞാൻ ഇമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ പോയ അതിൻ്റെ അടിയിൽ കാട്ടുകയാണ് കേട്ടോ. ഞാനിത് കലക്കണമൊന്നും കണ്ടില്ല. കാക്കു രസം സിമെൻ്റൊക്കെ കൊടുന്നുകാണ്ട് കാട്ടിക്കൂട്ടുകയാണ്. ആ കുട്ടിയേക്ക് കുട്ടീനെ പിടിച്ചോളി. അത് ഈ നടു റോട്ടിലിടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അല്ലേ? എൻ്റെ കുട്ടികളെ മുട്ട് തേയൂല ഇനി. പൊന്നുമ്മ ഇതാക്കണം ചാരി ഇരിക്കണ്. ആ കുണ്ട റോട്ടിക്കൊക്കെ ചാടും കേട്ടോ. കട്ട റോട്ടിക്കൊക്കെ ചാടലുണ്ട്. ആ പറഞ്ഞു നൊലോളിച്ചു. ഇതാക്കണ ഒരാൾ ഇവിടെ കുത്തിറക്കണം കേട്ടോ. ഓല് സിമെന്റ് ഇടണ നോക്കി കുത്തിറക്കാണ്. പൊന്ന ഓല് സിമെന്റ് ഇടണ നോക്കിക്കാണ് കേട്ടോ. പൊന്ന പൊന്ന പൊന്നോ ആടി ഉമ്മാനെ ബാത്റൂമിൽ എത്തി കണ്ട് പോന്നതാ. ഉമ്മാനെ പോയി കൊടുന്ന ഉമ്മാനെ പോയി കൊണ്ടുവര്. അല്ല മക്കളെ, ഉമ്മാനെ ബാത്റൂമിൽ കൊണ്ടേ ഇരുത്തി. അതില് ആണ് ഇത് ഈ പരിപാടി ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഇപ്പൊ വരെ ഉമ്മാറിന് കണ്ടിട്ട് പോന്നതാട്ടോ. അപ്പോഴാണ് ഇത് കണ്ടത്. അതില് വന്ന് കണ്ട് ഞാനേ ഷെയ്മോളെ ഉമ്മാനെ പിടിച്ചോ, പൊന്തിച്ചോടരടി പൊന്നെ. ഈ മനുഷ്യന്മാര് പറയണീ നിങ്ങൾ ഇത് കാട്ടാൻ കുത്തർന്നാലേ ഇത് ഇവിടെ മാത്രം ഇട്ടാ പോരാ. അതാ 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 ഇതാ അതിര് കിടക്കണു, അതിര് കിടക്കണു. കേറാൻ പാടില്ല, കേറാൻ പാടില്ലാണ്ട്. കണ്ണീർ കായലിലേതോ കടലാസിൻ്റെ തോണി ലാലലല ഉണ്ടായിരുന്നാലെന്താ തേപ്പുകാരൻ. എത്തുമ്മ ഇച്ചുമ്മാക്ക് തിന്നാൻ കൊടുത്ത് അതിൻ്റെ അടിയിൽ കജ്ജൊക്കെ കേടെടുത്തിട്ടോ. ഞാൻ പൂളിയും മീനൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതാ പോരിന് പിടിച്ചോ പിടിച്ചോ ചെയ്യാ പിടിച്ചോ പിടിച്ചോ. ഉമ്മമാനെ ഞാൻ പിടിച്ചോണ്ട് ഇച്ചുമ്മ അതിൻ്റെ അടിയിൽ കൈജൊക്കെ കേടെടുത്തിരുന്നു കേട്ടോ. ആസ്പത്രിക്ക് പോവാൻ ഒരുങ്ങി മാറ്റിക്കാണ്ട് ഞാൻ ചോദിച്ചോളോടെ ഏത് ഭാഗത്താ വേദന. അപ്പം ചെറിച്ച വലിയ വേദനയൊന്നുമില്ല. അതിൽ ഞാൻ ചുരിദാറൊക്കെ കഴിച്ചിട്ടു കേട്ടോ. ഞാൻ കരുതി കൈയൊക്കെ പൊട്ടിയെന്ന് കരുതിട്ടോ. കഴിഞ്ഞില്ലേ 1 കിലോ സിമെന്റ് കഴിഞ്ഞില്ലേ? 2 കിലോന് എത്താപ്പം ഇതുകൊണ്ട് കാര്യം മനസ്സിലാവും. പാവം അത്. അപ്പം സൈമോൾക്ക് ഈറടിച്ചിക്കണ് കേട്ടോ. ഓള് കുട്ടികളെ ഇങ്ങനെ ഏറ്റെടുത്തിട്ടേ നിലത്ത് വെച്ചാൽ മുട്ടത്തി പോയിക്കാണ്ട് ആ ചെമ്പട്ടിയൊക്കെ മാന്താണ്. അപ്പം അന്തിക്ക് ചെയ്തുകൂടെ താത്ത? ഇവിടെ അന്തിയും പകലും ഒക്കെ ഒന്ന് തന്നെ കേട്ടോ മക്കളെ. 12-1 മണിയാവും കിടക്കണമെങ്കിൽ. അപ്പം തന്നെ നീച്ചു തെറുക്കും. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചെരിഞ്ഞിടന്ന് അങ്ങനെ നേരം വെളുപ്പിച്ചാലാണ്. പൊന്നൊന്നും ഉറങ്ങുന്നല്ല, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പം ചുമ്മാ അങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പം ചെറുതായിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് വീങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഓയിൽമെൻറ്റ് പറ്റിക്കാണ്ട് അവിടെ കിടത്തി ഇറക്കിട്ടോ. നേരം വെളുത്തിട്ട് പോവാം, ബേബിയാളിട്ട് പോകണ്ടല്ലോ കരുതിയിട്ടോ. അതിലൊരു 10 മണിയായപ്പോൾ പിന്നെ ഇരുന്ന് കരയില തുടങ്ങി ഉറക്കത്തുനിന്ന്. അപ്പം അതാക്കണ കുണ്ടുകളൊക്കെ തൂക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നും തീർക്കാൻ കഴിയൂല മക്കളെ. ലേസീച്ചൊക്കെ വലിയ കുണ്ടുകളൊക്കെ തീർത്തു. കണ്ടപ്പോൾ ഞാൻ പാട്ടും പാടൽ തുടങ്ങിട്ടോ. കണ്ടം വെച്ചൊരു കോട്ടാണ് ഇത്, മമ്മദ് കാക്കാൻ്റെ കോട്ടാണ്,
നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഋതു അറിയണ്ട് ഏതായാലും നിങ്ങളെ വീഡിയോ ഒക്കെ നാട്ടിലാകെ പാട്ടാണ് ഉമ്മ. അളകൂട്ടോ പറയരുതി ഒന്നൊക്കെ തിന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ മറിക്കിപ്പ ആയിട്ടില്ല. അടക്കി 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 അടക്കിട്ടോ. എത്താണ് പച്ചള്ളോ? ഒരു ചാക്ക് സിമെന്റോട് താത്ത ആ നിലം തൊട്ടൂടെ ഒരു ചാക്ക് 1.5 ചാക്ക് കൊടുത്താലും ആവൂല മക്കളെ. എന്താ പെണ്ണുവാ കൈ അവിടെ കൊണ്ടുപോയിട്ട് ഡിസൈൻ ഡിസൈൻ മോഡൽ ഡിസൈൻ. ഓ ഇപ്പച്ചി തന്നെ എവിടെ നോക്കി ബുദ്ധിട്ടിയേ? നല്ല ബുദ്ധിയാണ്. എന്താണ് ഇവിടെ കാട്ടുന്നത്? അപ്പൊ മറ്റോളെ പോയി തല്ലി ഈ ഒക്കത്ത് നാട് ബലാണ്ടാൽ പാടിയും. സിമെന്റ് ഇവിടെ കഴിഞ്ഞോ? ഈ കട്ടറോട് കൂർക്കണമെന്നുണ്ടെങ്കില് 2 ചാക്ക് സിമെന്റ് വേണ്ടിയത്. സിമ്മാക്കിക്ക നീനെ കാട്ടു നോക്കിയ എന്താണ് സഫേ നേരം കൊടുത്തിട്ട് പോവാ. കയ്യിനായി മാത്രമൊന്നും ഇല്ല പെണ്ണെ. ഓള് വീണത് കേട്ടോ. നേരത്തെ പൂള കൂട്ടാനും മീൻചാറും തകനീന്റെ അടിയിൽ ഓള് കുത്തി പറഞ്ഞു പോളും. തുണി കുപ്പായൊക്കെ മാറ്റി ഇനി പോവാനാ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ രൂക്ക് വരി അരൂക്ക് ആരൂക്കി ആ മൂല അവിടൊക്കെ ക്ലിയർ ആയി. ആ മൂല മാത്രം ക്ലിയർ ആയില്ല. ആ എന്തൊക്കെ പറയണേ? അറിഞ്ഞു പോകണ്ടോടുന്നു. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. അല്ലാതെ ഉറങ്ങാനായി കണ്ട പെണ്ണ് കടന്ന് കരയുക. അവിടെയും ഇവിടെയൊക്കെ ലേസീച്ച തേച്ചു കിട്ടോ. മുഴുവനൊന്നും ഇടാൻ കഴിയൂല മക്കളെ. അതൊക്കെ ഇടുമ്പോഴത്തേന് ഒരുപാട് പൈസയും കായൊക്കെ ആവും. പിന്നെ വലിയ കുണ്ടുകളൊക്കെ തീർത്ത് പോയി ഡോക്ടറെ കാണിച്ച്. അപ്പോൾ വലിയ പൊട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചതവുള്ളൂ കേട്ടോ. രാത്രി പോന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങാനയക്കണില്ല. കാക്കൂന ആ കരയണ കേട്ടില്ല ഞങ്ങൾ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും. പിന്നെ എത്ര നമ്മൾ ചീത്ത പറഞ്ഞാലും നല്ല കരച്ചിൽ കരയപ്പോൾ. അപ്പോൾ പിന്നെ മറ്റേ കുട്ടികളൊക്കെ ഉണരും കരുതി കാക്കു പറഞ്ഞു വേദന ഉണ്ടായിട്ട് തന്നെയായിരുന്നു, ചിലപ്പോൾ സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടാവും പോവുക പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ പോന്നു കേട്ടോ. ഏകദേശം 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ബേബിയാളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. റിതും ഷെയ്മോളും പറഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ മമ്മി ഉണ്ടല്ലോ. അപ്പം ഞാൻ റിതുവിനോടും കാക്കുവിനോടും പോകാൻ പറഞ്ഞു. അപ്പോൾ കാക്കു പറഞ്ഞു ഈ പൂര് ജില്ലാശുപത്രി അല്ലേ, അവിടെ കുറേ നേരം വരിയൊക്കെ നിൽക്കേണ്ടി വരും. അത് ജില്ലാശുപത്രിയിൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല മക്കളെ, നമ്മളെ സാമർത്ഥ്യം പോലെയാണ് അല്ലേ. ആ ബാക്കിൽ നിന്നാൽ അങ്ങനെ നിൽക്കേണ്ടി വരും. ആണുങ്ങളാവുമ്പോൾ അതൊന്നും നടക്കില്ല, പെണ്ണുങ്ങൾ പോന്നെ വേണം. അപ്പോൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചതവുള്ളൂ. സാധാരണ നമ്മളെ ബാൻഡേജൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ മടങ്ങി പോന്നപ്പോൾ 10-12 മണിയൊക്കെ ആയിട്ടുണ്ട്. ബേബിയാളൊന്നും ഉണർന്നിട്ടില്ലായിരുന്നു. അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോന്നു. ഞാൻ കരുതി കൈയൊക്കെ ഒടിഞ്ഞു കരുതി. അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടി ഉണ്ടായി. സ്കൂളൊക്കെ എക്സാമൊക്കെ തുടങ്ങാനായില്ല അടുത്ത മാസം. ഏതായാലും മല പോലെ വന്ന് മഞ്ഞു പോലെ പോയി പറഞ്ഞ മാതിരി കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു മക്കളല്ലേ, പഠിച്ചോൻ കാക്കൂലേ. ഓൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കാക്കൂന് ഭയങ്കര ടെൻഷനാട്ടോ. ഓളെ കരയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു കാണ്ട് ഓളോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റാണ്. എന്താ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടീനല്ലേ അസുഖങ്ങൾ കൊണ്ടൊക്കെ. 2-3 വയസ്സ് വരെ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു കേട്ടോ. ഐസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇതാക്കണ ജില്ലാസ്പത്രിയിലെ ആളുകളൊക്കെ കിടന്നുറങ്ങിയിട്ടോ, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ബേബിയാളെ പിന്നെ ഞാൻ ആ തേക്കണീൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോയിക്കാണ്ട് കുളിപ്പിച്ചുകാണ്ട് ഉറക്കിയിട്ടോ. അവർ ഉറങ്ങൂല, ഒരുപാട് നേരം നമ്മൾ ഉറക്കണം. മെനക്കെട്ട് ഉറക്കിയിട്ടാണ് ഉറങ്ങിയത് കേട്ടോ. പൊന്നൊന്നും തീരെ ഉറങ്ങൂല, പൊന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്നുറങ്ങണതല്ലേ. എന്നാലും ഭാഗ്യത്തിന് ആ പോരുന്ന നേരത്ത് ഉറങ്ങിയിട്ടോ, രണ്ടാളും ഉറങ്ങി. പിന്നെ ലിനുവിന് ഞാൻ തൊട്ടിയിലിട്ട് ഉറക്കി. ലിനുവിനെ കൊണ്ടുവരണം കരുതിയിരുന്നു കേട്ടോ. കാക്കു പറഞ്ഞു ലിനുവിനെ എടുത്തോ പറഞ്ഞു. അത് പിന്നെ ഓളും ഉറങ്ങി. ഇത്രയുള്ള നമ്മളെ വീഡിയോ. അസ്സലാമു അലൈക്കും.